ഹായ് ഡിയർ മക്കളെ മക്കളെ അങ്ങനെ നമ്മൾ പ്ലസ് ടു മാത്സിൻ്റെ റാപ്പിഡ് റിവിഷൻ പാർട്ട് 4ലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 3 വരെ കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചോണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നോക്കാം മക്കളെ. മെട്രിക്സ് അഡിഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചുമ്മാ കൂട്ടി വെക്കാം. ഇവിടെ മൈനസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് വെക്കാം, അതൊന്നും നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ വേറെ സിമ്പൽ ഒന്നും ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് 2 × 1 = 2 എന്ന് എഴുതി വെക്കുക എന്നുള്ളതല്ല. ചിലവർ തെറ്റിക്കുന്ന പരിപാടിയാണ്. 2 × 1 2, 3 × -3 -9, 4 × 5 20. അപ്പം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പൊട്ടത്തെറ്റാണ്. കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല, അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? വളരെ വളരെ സിമ്പിളാണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം. മക്കളെ, ഇവിടെ റോ ഇൻറ്റു കോളം എന്നുള്ള രീതിയിലാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. റോയും കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. എടാ, ഇവിടുത്തെ ഫസ്റ്റ് റോ ഏതാണ്? ഇതല്ലേ, 2 3 4. ഇവിടെ എന്താണ്? കോളം 1 0 3 അല്ലേ? അപ്പോൾ അത് രണ്ടും നിങ്ങൾ നോക്കുക കേട്ടോ. മക്കൾ, ഇതിൻ്റെ ബേസിക് സംഭവങ്ങൾ ഞാൻ പറയില്ലേ, ബേസിക് സംഭവങ്ങൾ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പഠിച്ചു കാണും. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിവിഷനിൽ പറയുന്നത്. മക്കളെ, സമയം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം ഇന്ന് ജൂൺ 2 ആണ്. ജൂൺ 25-ാം തീയതിയാണ് നമ്മുടെ മാത്സിൻ്റെ എക്സാം. സോ നന്നായിട്ട് പറയുന്ന കാര്യം നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. മക്കളെ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ ഞാൻ പറയുവാണ്. ഒരു ക്ലാസ് പോലും മിസ്സാകത്തില്ല, അല്ല കിടിലിനായിട്ട് പഠിച്ചു പോകാം കേട്ടോ. എന്നോട് മെസ്സേജ് അയക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. മക്കളെ, ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ റോയും കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 × 1 കണ്ടല്ലോടാ, ചെയ്ത് നോക്കിക്കോണേ, ഈക്വൽ ടു 2. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ രണ്ടും ഇതും തമ്മിൽ ഇൻറ്റു ചെയ്യാം, പ്ലസ് അടുത്ത് ഇതും തമ്മിൽ ഇൻറ്റു ചെയ്യാം, പ്ലസ് ഇതും തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഇതാണ് നമ്മുടെ പരിപാടി. നല്ല രസമാണ്, നോക്കിക്കോണേ. 2 × 1 2 × 1 എത്രയാടാ? 2, പ്ലസ് 3 × 0 0, പ്ലസ് 4 × 3 12. സെറ്റല്ലേ? സെറ്റല്ലേടാ? ഞാനത് ഇങ്ങോട്ടേക്ക് വേണേൽ പകർത്താം. ഓക്കെ, ഓക്കെ അല്ലേടാ? ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ വെച്ച് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് റോ വെച്ച് സെക്കൻഡ് കോളത്തിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിവിടെ സെക്കൻഡ് കോളത്തിന് ഇതേ സെയിം കൺസെപ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 × -3 എന്ന് പറയുമ്പോൾ -6, പ്ലസ് എപ്പോഴും പ്ലസ് ആണ് കേട്ടോ, തമ്മിൽ ആഡ് ആണ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം. അടുത്തത് 3 × 2 6, പ്ലസ് 4 × 0 0. അതും കഴിഞ്ഞു. നല്ല രസമുള്ള പരിപാടിയാണ്. ഇനി അടുത്ത കോളത്തിനെ നമുക്ക് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരുവാടാ? 2 × 5 10, പ്ലസ് 3 × 4 12, പ്ലസ് 4 × 5 20. അതും കഴിഞ്ഞല്ലോ, അതും കഴിഞ്ഞു. ഇനി ഇതേപോലെ എന്ത് ചെയ്യണം? അടുത്ത കോളം മൾട്ടിപ്ലൈ ചെയ്യാൻ അവിടെ കോളം ഇല്ല, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സെക്കൻഡ് റോ വെച്ച് ഇതേപോലെ ഓരോ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് റോയിൽ എഴുതുക. അടുത്ത തേർഡ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് കോളത്തിൽ എഴുതുക. ഇതാണ് നമ്മുടെ പരിപാടി. ഇത്രയുള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാം. അടുത്ത് ഇതുകൊണ്ട് ഇതിനെ ചെയ്യാം. 3 × 1 3, പ്ലസ് 4 × 0 0, പ്ലസ് 5 × 3 15. അതും കഴിഞ്ഞു. നെക്സ്റ്റ് ഇത് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × -3 -9, പ്ലസ് 4 × 2 8, പ്ലസ് 5 × 0 0. ഓക്കെ അല്ലേടാ? അതും കഴിഞ്ഞു. നെക്സ്റ്റ് ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 5 15, പ്ലസ് 4 × 4 16, പ്ലസ് 5 × 5 25. അതും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത് നമ്മൾ തേർഡ് റോ വെച്ച് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1 4, പ്ലസ് 5 × 0 0, പ്ലസ് 6 × 3 18.
അത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ഈ കോളം 4 ഇൻറ്റു -3 -12 പ്ലസ് 5 ഇൻറ്റു 2 10 പ്ലസ് 6 ഇൻറ്റു 0 0. ഓക്കെ അല്ലേടാ? യെസ്. നെക്സ്റ്റ് ഇതുകൊണ്ട് ഇതിനെ അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 5 20 പ്ലസ് 5 ഇൻറ്റു 4 20 പ്ലസ് 6 ഇൻറ്റു 5 30. ഓക്കെ അല്ലേ? ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേടാ. എത്ര കിട്ടും? അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. 12ഉം 0ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 -6 പ്ലസ് 6 പ്ലസ് 0 0 20ഉം 10ഉം 30 42. അടുത്തത് 15ഉം 3ഉം 18 -9ഉം 8ഉം -1. അടുത്തത് 25ഉം 10 35 5 40 40ഉം 10 50 56 18ഉം 4ഉം 22 -12ഉം പ്ലസ് 10ഉം -2 20 20 40ഉം 30ഉം 70. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേടാ? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് അവസാനം അതെല്ലാം കൂടെ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. പക്ഷേ ശ്രദ്ധ വേണം. നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോവും. ഓക്കെ. അങ്ങനെയാണ് മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്ത് നിങ്ങളൊന്ന് ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഇതേപോലെ തന്നെ ഇവിടെ ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക. ഇവിടെ ഇതും ഇതും തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് വരും? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 ഇൻറ്റു 1 1 പ്ലസ് -2 ഇൻറ്റു 2 -4. അത് കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തത് കൊണ്ട് ഇവിടെ, എന്നിട്ട് ഇവിടെ എഴുതുക. അടുത്തത് ഇതും ഇതും കൂടെ ഇൻറ്റു ചെയ്യുക, ഇവിടെ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഇത് വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും ഇതും ഇതും 1 2 3 ആയി. അടുത്ത ഇത് കൊണ്ട് ഇവിടെ 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 ഇൻറ്റു ചെയ്യുക, എഴുതുക. ഇവിടെയും 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 വരും അല്ലേ? ഇതിൻ്റെ ഓർഡർ 2/2ഉം മക്കളെ ഇതിന് ട്രിക്കുണ്ട്. ഇതിൻ്റെ ഓർഡർ 2/2ഉം ഇതിൻ്റെ ഓർഡർ 2/3ഉം ആണ്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ഏത് ഓർഡറിലാണെന്ന് അറിയാനായിട്ട് ഇവിടുത്തെ ഫസ്റ്റ് ഓർഡറും ഇവിടുത്തെ സെക്കൻഡിൻ്റെ ഓർഡറും എടുക്കുക. എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഓർഡർ കിട്ടും. 2/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടല്ലോടാ? 2/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. 2 റോയും 3 കോളമുള്ള മെട്രിക്സ് ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട്. അറിയാമല്ലോ നിങ്ങൾക്ക്? ഇതും കൂടെ ചെയ്യുക, ഇവിടെ എഴുതുക. അടുത്ത് ഇതും കൂടെ ചെയ്യുക, ഇവിടെ എഴുതുക. അടുത്ത് ഇതും കൂടെ ചെയ്യുക, ഇവിടെ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ഇതും ഇവിടെ എഴുതും, ഇതും ഇവിടെ എഴുതും. അടുത്ത് ഇതും കൂടെ ചെയ്യുക, ഇവിടെ എഴുതുക. ആൻസർ കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ കൺസെപ്റ്റ്. ഓക്കെ. യെസ് മക്കളെ. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട് A² കണ്ടുപിടിക്കാനാണ്. മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ A² കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ കണ്ടല്ലോ? Aij = എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2/2 മെട്രിക്സ് ആണ്. അപ്പം മെട്രിക്സ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടല്ലോ നിങ്ങൾ, പാർട്ട് 1. അത് കണ്ടവർക്ക് സിമ്പിളായിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? Aij തന്നിട്ടുണ്ടല്ലേ? എ പാർട്ട് നമുക്ക് ആൻസർ ചെയ്യാം. Aij എന്ന് പറയുന്നത് 2i + j ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ. 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ജനറലായിട്ട്? 2/2 മെട്രിക്സിനെ നമുക്ക് A11 A12 A21 A22 എന്ന് എഴുതാം. ഇത് ഓരോന്ന് കണ്ടുപിടിച്ചാൽ പോരെ? A11 എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ? ഇവിടെ ഇട്ട് കൊടുക്കുക അല്ലേ? 1 1. അപ്പോൾ ഇവിടെ ഐയും 1 ആണ്, ജെയും 1 ആണ്. അപ്പോൾ എത്ര വരും? ഇവിടെ 2 + 1 3 വരും. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. പാർട്ട് 1 കാണാത്തവർ കണ്ടിട്ട് വരിക കേട്ടോ. ഇവിടെ 2 × 1 + 1 എന്ന് വരും. 3 വരും ആൻസർ. അടുത്ത A12 2 × 1 + 2 2 + 2 4. അടുത്ത A21 2 × 2 + 1 4 1 5. അടുത്ത A22 2 × 2 + 2 4 2 6. 3 4 5 6 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 3 4 5 6. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടല്ലോടാ? A² കണ്ടുപിടിക്കുക. A². ബി പാർട്ടി ചോദിച്ചിരിക്കുന്നത് A² കണ്ടുപിടിക്കുക. ചുമ്മാ സ്ക്വയർ എടുത്ത് വെക്കുക എന്നുള്ളതല്ല. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എ എന്ന് പറയുന്നത് 3 4 5 6 അല്ലേ? 3 4 5 6 കിട്ടി.
അപ്പോൾ ചുമ്മാ ഇതിൻ്റെ സ്ക്വയർ എടുത്ത് വെച്ചിട്ട് 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പൊട്ടത്തെറ്റാണ്. സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലടാ മക്കളെ. സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ എ 2 തവണ ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് അവിടെ മീനിങ്. എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ എയും പിന്നെ ഒരു എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 എ സെയിം ആണ്. സോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത സംഭവം തന്നെ. റോയും കോളവും കൂടി ഇൻറ്റു ചെയ്യും. എന്നിട്ട് അങ്ങ് എഴുതടാ. എന്ത് വരും? അപ്പോൾ ഇതും ഇതും കൂടെ അല്ലേ. 3 × 3 9. സോ 9 പ്ലസ് 4 × 5 20. അടുത്തത് ഇതും ഇതും കൂടെ. ഓക്കെ. 3 × 4 12 പ്ലസ് 4 × 6 24. അടുത്ത ഇതും ഇതും കൊണ്ട് ചെയ്യണം. അടുത്ത ഇതും ഇതും കൊണ്ട് ചെയ്യണം. ഓക്കെ അല്ലേ? സിമ്പിൾ കൺസെപ്റ്റ്. 5 × 3 15 പ്ലസ് 6 × 5 30. അടുത്തത് 5 × 4 20 പ്ലസ് 6 × 6 36. സോ ഇത് 29, 24 10 34 36, 45 56 അല്ലേ? ഇതാണ് നമ്മുടെ എ സ്ക്വയർ. തെറ്റിക്കാതെ ഇങ്ങനെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ ആണ്. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? വീഡിയോ വീണ്ടും വീണ്ടും കാണുക മക്കളെ, കണ്ട് പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. ഇത് മക്കളെ ഇവിടെ ഫൈൻഡ് എ സ്ക്വയർ എന്നിട്ട് ഷോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 10i ഈക്വൽ 0. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് കാണാം. അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എ സ്ക്വയർ ആണ് മക്കളെ. വീഡിയോ പോസ് ആക്കി വെച്ചിട്ട് എൻ്റെ കൂടെ തന്നെ എ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചേടാം. എല്ലാവരും എ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചേ. വീഡിയോ പോസ് ആയിക്കും. എന്നിട്ട് എ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്ക്. കറക്റ്റ് ആണോ നോക്കാം. എ പാർട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. സോ എ തന്നിട്ടുണ്ട് 1 3 -2 4 ഇൻറ്റു എ. വീണ്ടും 1 3 -2 4. മക്കളെ എല്ലാവരും തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തന്നെ ചെയ്ത് നോക്കണേ. എന്ത് വരും? 1 × 1 1 പ്ലസ് 3 × -2 -6. സോ അടുത്ത 1 × 3 3 പ്ലസ് 3 × 4 12. അത് കഴിഞ്ഞു. അടുത്ത ഇത് വെച്ച് ഇതിനെയും ചെയ്യണം അല്ലേ? യെസ്. -2 × 1 -2 പ്ലസ് 4 × -2 -8. അടുത്ത -2 × 3 -6 പ്ലസ് 4 × 4 16. ഇത് -5 12 3 15. അടുത്ത -10 16 ൽ 6 കുറച്ചാൽ 10. കിട്ടിയില്ലേ? 12 3 15 -10 10. ഇത്രയും കിട്ടി. ഇതാണ് നമ്മുടെ എ സ്ക്വയർ. എ സ്ക്വയർ ഇത് കറക്റ്റ് കിട്ടിയ മക്കളെ. കിട്ടിയെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, സെറ്റായി. അത് കിട്ടിയെങ്കിൽ ഇത് തന്നെ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം വന്നതാണ് അല്ലേ? കാരണം എന്താ? തന്നെ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് എ സ്ക്വയർ കിട്ടി. യെസ്, കൊള്ളാണ് മക്കളെ. അപ്പോൾ എ സ്ക്വയർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോടാ. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 10i 0 എന്ന് തെളിയിക്കണം. അപ്പോൾ എ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഈ സാധനം കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമുക്ക് 5a വേണം. 5a കണ്ടുപിടിക്കാം. 5a എന്ന് പറയുമ്പോൾ 5a ബി പാർട്ടാണ്. 5a എന്ന് പറയുമ്പോൾ എന്താടാ? 5a എന്ന് പറയുമ്പോൾ 5 കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്യാം. എ എന്ന് പറയുന്നത് എന്താണ്? 1 3 -2 4. 1 3 -2 4. ചുമ്മാ 5 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ഇടാം. 5 × 1 5, 5 × 3 15, 5 × -2 -10, 5 × 4 20. സോ 5a നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയറും കിട്ടി, 5aയും കിട്ടി. ഇനി അടുത്ത 10i. 10i എന്ന് പറയുന്നത് എന്താണ്? 10i ചിലവർ ആദ്യമായിട്ടായിരിക്കും ഈ ഐ എന്ന് പറയുന്ന സംഭവം കേൾക്കുന്നത്. പറഞ്ഞുതരാം. 10 × മക്കളെ അറിയാൻ വയ്യാത്തവർ നോട്ട് ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ്. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നോട്ട് ചെയ്യുക. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സും 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഐ വെച്ചാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ലെറ്റർ. 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ 2 ആണ്. എന്ന് പറഞ്ഞാൽ 1 0 0 1.
എടാ ഡയഗണലിൽ ഇതാണ് നമ്മുടെ ഡയഗണൽ. ഡയഗണലിൽ 1 വരുന്ന മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ 3/3 മെട്രിക്സ് എന്ത് വരും? 1 ഇവിടെയും 1 ഇവിടെയും 1 ഇവിടെയും 1 വരും. എന്ന് പറയുമ്പോൾ 1 0 0 0 1 0 0 0 1 കണ്ടല്ലോടാ. ഡയഗണലിൽ 1 വരുന്ന മെട്രിക്സ് ആണ്. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ് നമ്മുടെ ഡയഗണൽ. ഓക്കെ. ആ ഡയഗണലിൽ 1 വരുന്ന മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഐഡന്റിറ്റി മെട്രിക്സ് ഉപയോഗിക്കും? 2/2 ഉപയോഗിക്കുമോ 3/3 ഉപയോഗിക്കുമോ? നമ്മുടെ ക്വസ്റ്റ്യൻ 2/2 ആണെങ്കിൽ നമ്മളിവിടെ 2/2 ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻ 3/3 ആണെങ്കിൽ നമ്മളിവിടെ 3/3 ഉപയോഗിക്കണം. ഓക്കെ. ഇവിടെ ക്വസ്റ്റ്യൻ 2/2 ആയതുകൊണ്ട് നമുക്ക് 2/2 ഉപയോഗിക്കാം. അപ്പോൾ 10 ഇൻറ്റു ഐ എന്താടാ? നമ്മളിപ്പോൾ പഠിച്ചു ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1. സോ ഇവിടെ 10 കൊണ്ട് അകത്തേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 10 0 0 10 അല്ലേ? 1 ഉള്ള ഭാഗത്തെല്ലാം ആ 10 വരും. അത്രയും വരെ ആയി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുവാണെങ്കിൽ നമ്മുടെ ആൻസർ ശരിയായി. അപ്പോൾ a² - 5a + 10i അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. a² - 5a + 10i = 0 എന്ന് കിട്ടണം. നമ്മളിപ്പോൾ 0 എന്ന് ഇപ്പോൾ എഴുതരുത്. a² എത്രയാടാ? a² ഇപ്പോൾ കിട്ടിയത് -5 15 -10 -10 -5 15 -10 10 ഇതാണ് a². ഇനി മൈനസ് a² എഴുതി മൈനസ് ഇട്ടു. ഓക്കെ. 5a എന്ന് പറയുന്നത് ഏതാണത്? ഇതാണ് അല്ലേ? അത് അതേപോലെ തന്നെ എഴുതാം. 5 15 -10 20 ഇനി +10i. സോ +10i നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 10 0 0 10 ഇതെല്ലാം കൂടെ ചെയ്യണം. ഇതെല്ലാം കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. നോക്കിക്കോണേ, നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കടാ. എന്നിരുതേ -5 കാൽക്കുലേറ്റർ അടിക്കുക. -5 +10 അതാത് പൊസിഷനിലുള്ള സംഭവങ്ങൾ തമ്മിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റർ എന്ത് കിട്ടിക്കാണും? -5ഉം -5ഉം -10 + 10 0. അതൊക്കെ. നെക്സ്റ്റ് 15 - 15 + 0 എത്ര കിട്ടും? അതും 0. നെക്സ്റ്റ് -10 -10 + 0 കാൽക്കുലേറ്റർ അടിച്ചോ. യെസ്, അതും 0 കിട്ടും. നെക്സ്റ്റ് 10 - 20 + 10 അതെന്ത് കിട്ടും? 0. എല്ലാം 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയടാ? ദെയർഫോർ a² - 5a + 10i എന്ത് കിട്ടി നമുക്ക്? എല്ലാം 0 ആണ് കിട്ടി. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ചെയ്തു. ഷോ ദാറ്റ് എന്നാണ് അല്ലേ? ഇത് 0 ആണെന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ തെളിയിച്ചു. എല്ലാം 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം യെസ്, ഹെൻസ് പ്രൂവ്ഡ്. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്, സിമ്പിൾ പരിപാടി. ശ്രദ്ധിച്ച് ചെയ്താൽ ഹാഫ് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ 2024 കഴിഞ്ഞ വർഷം മെയിൻ എക്സാമിന്, പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് പ്രൂവ് ചെയ്യുക മക്കളെ, തന്നെ പ്രൂവ് ചെയ്യുക. കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇത് സിമ്പിളാണ്. ഇത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു പ്രയാസമില്ല. കാരണം എല്ലാം 0 കിട്ടുവാണെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 0 എന്നാണ്. സോ ഇതും 0 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ശരിയാകും. എത്ര കുട്ടികൾക്ക് ഇത് കിട്ടുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെയിൻ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിനകത്ത് ഒരു മെയിൻ കൺസെപ്റ്റും കൂടിയുണ്ട്, സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ അതും കൂടെ പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ കൺസെപ്റ്റ് എല്ലാം ഏകദേശം മെയിൻ കൺസെപ്റ്റുകളെല്ലാം ആവും. ഓക്കെ. മക്കളെ ഇങ്ങനെ രസിച്ച് പഠിക്കണമെങ്കിൽ മക്കളെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഫുൾ കാര്യങ്ങൾ ബാച്ചിൽ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങളുമായിട്ട് പേഴ്സണലി എനിക്ക് ഡൗട്ട് ക്ലിയറിങ്ങും എല്ലാം നടക്കും. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം മക്കളെ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം. ഓക്കെ. ഇതിപ്പോൾ +2 മാത്സും +1 മാത്സിൻ്റെ സ്ക്രോളാണ് ഇപ്പോൾ താഴത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലെ കുട്ടികളാണെങ്കിൽ മക്കളെ ഈ കാണുന്ന ഇതേ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. +2 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ മക്കളെ? യെസ്. അപ്പോൾ നെക്സ്റ്റ് റിവിഷൻ പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.